എൻ്റെ കൂടെ നേറ്റു പറയാം. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും മനുഷ്യപ്രീതിയിലും യേശുവിനെ വളർത്തിയതുപോലെ ഞങ്ങളെയും ആത്മീയമായി വളർത്തണമെന്ന് അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം വായിക്കുന്ന സമയത്ത് അതിനകത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾ ബൈബിളുമായിട്ടുള്ള പരിജ്ഞാനം എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ആഴങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാലും ചെറിയൊരു കാര്യം പറയാം. ഒരു കാള കുട്ടിയെ കൊണ്ടുവരുന്നു. അത് പുരോഹിതനും അഹ്റോൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഈ കാളയെ ബലിയർപ്പിക്കും. ഈ കാളയുടെ രക്തമെടുത്തിട്ട് സമാഗമ കൂടാരത്തിൽ തളിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2 ആടിനെ കൊണ്ടുവരും. ആ 2 ആടിനെ കൊണ്ടുവന്നിട്ട് ഒരാടിനെ പാപപരിഹാര ബലിയായിട്ട് അർപ്പിക്കും. 2ാമത്തെ ആടിനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ആടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുക്കും. ആ രക്തമെടുത്തിട്ട് പുരോഹിതൻ്റെ ഈ ചെവി, എല്ലാവരും കൈയെടുത്തിട്ട് ഈ ചെവിയുടെ ഇവിടെ തൊട്ടെ ലോബ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞ ഈ ചെവിയുടെ ഇവിടെ രക്തം കൊണ്ട് മുദ്ര ചെയ്യും. അത് കഴിഞ്ഞിട്ട് തള്ളവിരലിലെ രക്തം കൊണ്ട് മുദ്ര ചെയ്യും. വിരലിങ്ങനെ പിടിച്ച് അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ തള്ളവിരലിലും രക്തം കൊണ്ട് മുദ്ര ചെയ്യും. കാൽവിരലൊന്ന് അനക്കി നോക്കിയാൽ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് തൊട്ട് കുരിശ് വരയ്ക്കുക, എന്തെങ്കിലും ചെയ്ത്. അപ്പോൾ അതെന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ പറയുന്നത്, ഈ തൽമൂദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബൈബിളിൻ്റെ യഹൂദ റബിമാരുടെ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. ഇപ്പോൾ തൽമൂദിൽ പറയുന്നത് പുരോഹിതനും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളൊക്കെ നല്ലത് മാത്രമേ കേൾക്കാവൂ. എന്താ കേൾക്കാവൂ? ഉറക്കെ പറഞ്ഞേ. ഇപ്പം നമ്മൾ പലതും നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ പലതും കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങോട്ട് വരുന്ന ബസ്സിനകത്ത് എന്താ പറയുക, ഒരു വീട്ടിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള തമാശയൊക്കെ അവർ ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്യാണ്. അത് ഓഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ്സിനകത്ത് കലാപം നടക്കും. അത് താല്പര്യമുള്ള ആളുകളുണ്ട്. പക്ഷെ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് കേൾക്കണം? ഉറക്കെ പറഞ്ഞേ. അടുത്തയാളുടെ കൈ പിടിച്ചിട്ടെന്ന് പറഞ്ഞത് നല്ലത് കേൾക്കണം എന്ന് പറഞ്ഞേ. നല്ലത് കേൾക്കണം. അപ്പോൾ കാതുകളിൽ നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ട് രക്തം, അതിങ്ങനെ പറയുന്നുണ്ട്. ഊനമറ്റ കുഞ്ഞാടിനെ, കറയോ കളങ്കമോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് കാതുകളുടെ ഈ ലോബ് ഓഫ് ദ ഇയറിൽ അത് മാർക്ക് ചെയ്യുന്നു. പിന്നെ തള്ളവിരലിൽ മാർക്ക് ചെയ്യുന്നു. എന്താ കാരണം? അതും വലത് കൈയിൻ്റെ തള്ളവിരലിലാണ് മാർക്ക് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇസ്രായേലിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരും പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരും രാജാക്കന്മാരായിട്ട് മാറുന്ന ആളുകളൊക്കെ വലങ്കൈ ബലമുള്ള ആളുകളെയാണ് ആക്കുകയുള്ളൂ. നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകൾ ഇടത് കൈ കൊണ്ട് എഴുതുകയും ഇടത് കൈക്ക് ശക്തി കൂടുതലുള്ള ആളുകൾ ചിലരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആരുമില്ല. അപ്പം മിക്ക ആളുകൾക്കും 1-2 പേരുണ്ട്. കുഴപ്പമൊന്നുമില്ല. ബഹുഭൂരിപക്ഷം ആളുകളും വലം കൈയാണ്. അപ്പോൾ ഇസ്രായേലിൽ രാജാവാവുകയും മഹാപുരോഹിതനൊക്കെ ആവുകയാണെങ്കിൽ വലം കൈ ബലമുള്ള ആളുകളെ വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഈ കൈ കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വലത് കൈയുടെ തള്ളവിരലിൽ ഈ ഊനമറ്റ കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് മുദ്ര ചെയ്യുന്നു. അതുപോലെ നടക്കുന്ന വഴികൾ, നന്മയിലേക്ക് നടക്കുന്ന വഴികളിലൂടെ നടക്കണം. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നടപ്പ് എങ്ങോട്ടാണ്? പള്ളിയിലേക്ക് വരുന്ന അതേ കാലം കൊണ്ട് തന്നെയാണ് ബാറിലേക്കും കള്ളുഷാപ്പിലേക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് കാലിൻ്റെ പെരുവിരലിൽ മുദ്ര ചെയ്യുന്നു. ഇതെല്ലാം ആത്മീയമായ ഒരു സംരക്ഷണത്തിന് കാരണമായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ആത്മീയ സംരക്ഷണം ഉണ്ടാവണം. നിങ്ങളെന്തായാലും ഈ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾക്ക് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഒരു ലിറ്റററി മീനിങ് എന്ന് പറയും.
എന്ന് പറഞ്ഞാൽ ആക്ഷരികമായ ഒരർത്ഥം. അതോടൊപ്പം തന്നെ അതിനൊരു ആത്മീയമായ ഒരർത്ഥമുണ്ട്. സ്പിരിച്വൽ മീനിങ്, ആത്മീയമായ കാര്യങ്ങളെ ഗ്രഹിക്കണം. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാടിനെ കൊന്ന് രക്തം എടുത്തിട്ട് നാളെ ആടിനെ വിൽക്കണ കടയിൽ പോയിട്ട് ചോര മേടിച്ച് ചെവിയിൽ പുരട്ടാനും തള്ളവിരലിൽ പുരട്ടാനും കാലിൽ പുരട്ടാനും ആരും പോയേക്കരുത്. പകരം എന്ത് ചെയ്യാൻ പറ്റും? കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം എന്താക്കി മാറ്റി? അന്ത്യ അത്താഴവേളയിൽ വീഞ്ഞെടുത്തുകൊണ്ട് യേശു എന്തു പറഞ്ഞു? ഇതെൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠനത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് അറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ടീച്ചർ പറഞ്ഞ കാര്യം ഇപ്പോഴും പറഞ്ഞിട്ട് A is equal to B, B is equal to C, therefore A is equal to C. അതന്നെ. അപ്പോൾ വെള്ളം, വീഞ്ഞ് രക്തം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം എന്താണ്? മനസ്സിലായില്ല. ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. വെള്ളം വീഞ്ഞാവുന്നു, വീഞ്ഞെന്തായി മാറുന്നു? രക്തമായി മാറുന്നു. എന്ന് പറഞ്ഞാൽ വെള്ളം വീഞ്ഞാവുകയും വീഞ്ഞ് രക്തമായി മാറുന്നുണ്ടെങ്കിൽ വെള്ളം എന്തായി മാറും? രക്തമായി മാറും. അത് നമുക്കിപ്പോൾ എങ്ങനെയാണ് അത് കിട്ടുന്നേ? ഹന്നാം വെള്ളം കിട്ടുന്ന കഥയായി പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇവിടെ അന്നാം വെള്ളം ബക്കറ്റിലൊക്കെ വെക്കാറുണ്ട്, എല്ലാ ധ്യാന മന്ദിരങ്ങളിലും ഉള്ളതാണ്. എടുത്ത് തള്ളവിരലിലും കാലിൻ്റെ പെരുവിരലിലും വലത്ത് ചെവിയിലൊക്കെ, നോമ്പുകാലല്ലേ, ഒന്ന് മുദ്രിത ചെയ്ത് ഈ നോമ്പുകാലത്ത് മോശമായതൊന്നും കേൾക്കാതിരിക്കാനും മോശമായതൊന്നും പ്രവർത്തിക്കാതിരിക്കാനും മോശമായ സ്ഥലത്തേക്ക് പോകാതിരിക്കാനും ഒക്കെ ഒരു ആത്മീയമായൊരു സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബൈബിളിലെ 150 സങ്കീർത്തനങ്ങളാണ് ഉള്ളത്. എത്ര? 150 സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങൾ മുഴുവൻ പാട്ടുകളാണ്, ആരാധന ഗീതങ്ങളാണ്. ഇപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ മുഴുവൻ കാണുന്നത് എന്ത് ചെയ്യുന്നു? ദാവീദ് എന്ത് മീട്ടുന്നു? കിന്നരം മീട്ടുന്നു. ഇപ്പോൾ കിന്നരമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കീബോർഡുണ്ട്. കീബോർഡിൽ യമഹയുടെ കോർഗിൻ്റെ PS700 എല്ലാ സൗണ്ടും ഉണ്ടാവും. കിന്നരം മാത്രമല്ല, എല്ലാ സൗണ്ടും അതിൽ നിന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് പാടുന്ന സഹോദരനോട് ചേർന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ആരാധനയിൽ സംപ്രീതനാവുന്ന ദൈവം ഈ പാട്ട് പാടുന്ന സമയത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഓർമ്മശക്തിയെ ഉദ്ദീപിക്കുവാനായിട്ട് പാട്ട് സഹായിക്കും. പാട്ട് എപ്പോഴും നമ്മൾ രണ്ടാമതൊരു കാര്യം വായിക്കുന്നുണ്ട്. സാവൂൾ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആളുകളെന്ന് കൈ ഉയർത്തിയ പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ പുസ്തകത്തിൽ സാവൂൾ രാജാവ് കൈതാഴ്. ഈ സാവൂൾ രാജാവിനെ ചില പൈശാചിക ശക്തികൾ ആക്രമിച്ചിരുന്നു. ആക്രമിക്കുന്ന സമയത്ത് ഈ സാവൂളിന് ഇതിനൊരു വിടുതൽ കിട്ടണം. ആ വിടുതൽ കിട്ടിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാവീദ് കിന്നരം വായിച്ച് പാട്ട് പാടുന്നു. ആ പാട്ട് പാടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സാവൂളിന് പൈശാചിക പീഡയിൽ നിന്ന് വിടുതൽ കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സും ഹൃദയവും ചിന്തയും ബുദ്ധിയും കാതുകളും ശരീരവും ഒക്കെ ഒന്ന് ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടുപോയി കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യാം. നമുക്ക് അതുകൊണ്ട് ചേർന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം
ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സന്തോഷത്തോടുകൂടി ഇടതും വലതും മനസ്സിലാക്കിയ ആളുകളുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ഒന്ന് പഠിക്കുക. മനസ്സിൽ നിന്ന് ആകുലതയൊക്കെ നീങ്ങി പോട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആദരം തുറക്കട്ടെ. സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ആരാധനയിൽ സംപ്രീതനായ ദൈവം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കാതുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കാതുകളുടെ നിയന്ത്രണം അങ്ങ് ഓ ഏറ്റെടുക്കണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ ഓ നിയന്ത്രണം പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. ജ്ഞാനം നൽകി ഓ അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ട ഓ പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, വിവേകം നൽകി അനുഗ്രഹിക്കണമേ. വിവേകം നൽകി അനുഗ്രഹിക്കണം. സുവിശേഷം കേൾക്കുവാനും സുവിശേഷം കേൾക്കുവാൻ, സുവിശേഷം ഗ്രഹിക്കുവാനും സുവിശേഷം ഗ്രഹിക്കുവാൻ, സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാനും സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ. കൃപ നൽകണമേ. കൃപയാൽ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. കൃപയാൽ കൃപയാൽ ഞങ്ങളെ നിറക്കണമേ. ഞങ്ങളെ നിറയ്ക്കണമേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശു, നന്ദി യേശുവേ, നന്ദി യേശു, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.